ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നെതർലാൻഡിലേക്കൊക്കെ പോയിരിക്കുകയാണ്. കാരണം നെതർലാൻഡ് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നു എന്നതുകൊണ്ട് ആ രാജ്യം ഇന്ത്യക്ക് എതിരാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊക്കെ സ്വാഭാവികമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കും, ചൈന കൊടുക്കും, തുർക്കി കൊടുക്കും. ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കി വിൽക്കുന്ന രാജ്യങ്ങൾ പല രാജ്യങ്ങൾക്കും കൊടുക്കും. വാങ്ങാൻ ആള് പോയാൽ അവർ കൊടുക്കും. അത് സ്വാഭാവികമാണ്. നാളെ ഇന്ത്യയും കൊടുക്കും, ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതല്ല നമ്മൾ തുർക്കിയും ചൈനയും ഒക്കെ എതിർക്കുന്നതിന്റെ കാരണം തുറന്നുള്ള സപ്പോർട്ടാണ്. എന്തായാലും നെതർലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ജയശങ്കറിന്റെ സന്ദർശനം വളരെ പ്രധാനമാണ്. ഇനി ഇതോടൊപ്പം തന്നെ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളാണ് നടക്കുന്നത്. ഏതാണ്ട് 31ഓളം പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉൾപ്പെടെ 59 മെമ്പേഴ്സ് അടങ്ങുന്ന 7 ഡെലിഗേഷൻസിനെ ഇന്ത്യ ലോകത്തെ ഏതാണ്ട് 30-ലധികം രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ളവർ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് പ്രധാനമായിട്ട് ശശി തരൂർ ഉണ്ട്, DMKയിൽ നിന്ന് കനിമൊഴി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ CPMൽ നിന്ന് ജോൺ ബ്രിട്ടാസ് ഉണ്ട്, ജനതാദൾ യു എന്നുണ്ട്, അതുപോലെ NCP എന്നുണ്ട്. അങ്ങനെ ഒരുപാട് BJPക്കാർ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ പല പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്നുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ഒവൈസിയെ പോലെയുള്ള നേതാക്കളുണ്ട്. ഇവരൊക്കെ തന്നെ BJPയുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ രാജ്യത്തിന്റെ ഒരു വിഷയം വരുമ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന ഭേദമില്ലാതെ, കക്ഷി രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രത്തിനായിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു നീക്കം ഇതിന്റെ പുറകിലുണ്ട്. നമ്മളുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങൾ, ഇസ്ലാമിക പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യങ്ങൾ, ഇവിടേക്കൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഡെലിഗേഷൻ പോകുന്നത്. യുദ്ധം എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് അതിന്റെ കാരണം, തീവ്രവാദത്തിന്റെ പുറകിലെ പാകിസ്ഥാന്റെ പങ്ക്, ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനെ നേരിട്ടത് എന്നുള്ള വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഈ ചർച്ചകളും ഈ വസ്തുതകൾ നിരത്തിയുള്ള വിശകലനങ്ങളും പൊളിറ്റിക്കൽ തലത്തിൽ മാത്രമല്ല നടക്കുന്നത്, മറിച്ച് ഈ രാജ്യങ്ങളിലുള്ള ബുദ്ധിജീവികള്, എഴുത്തുകാര്, അതുപോലെ മീഡിയയിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരുമായിട്ടും ഒരു രാജ്യത്ത് ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ പലതരത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരുമായിട്ടും ചർച്ചകൾ നടക്കും. എല്ലാവരോടും കാര്യങ്ങൾ അവതരിപ്പിക്കും. വളരെ വലിയൊരു പദ്ധതിയാണ് ഇന്ത്യ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പക്ഷേ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ചൈനയും തുർക്കിയും അസർബൈജാനും പരസ്യമായിട്ട് പാകിസ്ഥാന് സപ്പോർട്ട് പ്രഖ്യാപിച്ചു. കട്ടയ്ക്ക് കൂടെയുണ്ട് എന്ന് വെച്ചാൽ പക്ഷം പിടിച്ചു, കൃത്യമായ പക്ഷം പറഞ്ഞു. എന്നാൽ ചൈന പക്ഷേ എങ്കിലും വെടിനിർത്തൽ വേണം, ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നൊക്കെയുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു. എന്നിരുന്നാലും പാകിസ്ഥാന് ഫുൾ സഹായം ചെയ്തു. ആയുധങ്ങൾ കൊടുത്തു, സാറ്റലൈറ്റ് ഇമേജുകൾ ഷെയർ ചെയ്തു, രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറി. ഇത് തുർക്കിയും ചൈനയും അസർബൈജാനും ഒക്കെ പാകിസ്ഥാന് കൊടുത്തൊരു സപ്പോർട്ടാണ്. എന്നാൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ, അങ്ങനെ ഒരു സപ്പോർട്ട് തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അമേരിക്ക ഉണ്ടായില്ല. ഇസ്രയേൽ ഇന്ത്യക്കൊപ്പമാണ് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ചൈനയും തുർക്കിയും പാകിസ്ഥാന് കൊടുത്തതുപോലെ ഒരു പൂർണ്ണ സപ്പോർട്ട് ഇന്ത്യക്ക് തന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഉണ്ടാകാനിടയില്ല. ഇപ്പോൾ മിലിറ്ററി തലത്തിൽ, അതായത് ഇന്റലിജൻസ് തലത്തിലൊക്കെ ചിലപ്പോൾ സഹകരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇന്ത്യ ഒറ്റയ്ക്കാണ്. നമ്മുടെ കൂടെ റഷ്യ പോലും ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചാൽ മതി. അതായത് ചൈനയോ തുർക്കിയോ പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ജപ്പാൻ പറഞ്ഞില്ല, ഓസ്ട്രേലിയ പറഞ്ഞില്ല, റഷ്യ പറഞ്ഞില്ല, അമേരിക്ക പറഞ്ഞില്ല, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ പറഞ്ഞില്ല, നമ്മൾ സുഹൃത്തുക്കളെന്ന് കാണുന്ന ആരും പറഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്നൊരു ചോദ്യം, നമ്മൾ ഒറ്റയ്ക്കാണോ? നമ്മുടെ നയതന്ത്രം പരാജയപ്പെട്ടോ? എന്നാൽ അതിന്റെ ഉത്തരം, നമ്മൾ ഒറ്റയ്ക്കാണ്, പക്ഷെ നമ്മുടെ നയതന്ത്രം പരാജയപ്പെട്ടിട്ടില്ല. ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യവും വരാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഇന്ത്യ ആവശ്യപ്പെടാത്തത് കൊണ്ടുകൂടിയാണ്. ഇന്ത്യ ഒരു രാജ്യത്തോടും സഹായം ചോദിച്ചില്ല. കാരണം നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് നേരിടാവുന്ന കാര്യമേ ഉള്ളൂ. അത് പാകിസ്ഥാനോട് മാത്രമല്ല, ഇന്ത്യ ചൈന പ്രശ്നത്തിലും മൂന്നാമതൊരാൾ ഇടപെടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച രാജ്യമാണ് നമ്മുടെ. 2020 ഗാൽവാൻ സംഘർഷത്തിൽ ഒരുപാട് രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ ഇടപെടണോ എന്ന് ചോദിച്ചു. വേണ്ട, ഇന്ത്യക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞ രാജ്യമാണ് നമ്മൾ. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അതിന് കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് ആരും അങ്ങനെ പരസ്യമായി ഇന്ത്യ സപ്പോർട്ട് ചെയ്യാതെ എല്ലാവരും കണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ ചിലർക്ക് പറയാം ഇന്ത്യയും അങ്ങനെയാണല്ലോ, ന്യൂട്രലായിട്ടാണല്ലോ നിൽക്കുന്നത്. ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ പക്ഷം പിടിച്ചില്ല, ഇസ്രായേൽ ഹമാസിൽ പക്ഷം പിടിച്ചില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യഥാർത്ഥ കാരണം അതൊന്നുമല്ല. നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന രാജ്യങ്ങൾക്ക് അറിയാം നമ്മുടെ ശക്തി എന്താണെന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർക്കറിയാം. ഒന്നത്. രണ്ട്, നമ്മുടെ സുഹൃത്തുക്കളിൽ വേറെ ചിലരുണ്ട്, അവർക്ക് അറിയണം നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന്. അതായത് ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്.
ഇത് നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പം നമ്മൾ ഒരു എമർജിങ് അല്ലെങ്കിൽ റൈസിങ് സൂപ്പർ പവർ എന്ന് പറയാവുന്ന ഒരു രാജ്യമാണ്. ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറിൽ നിന്ന് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ പവറാണ്. നേരത്തെ നാളെ ഒരു സൂപ്പർ പവർ ആകാൻ സാധ്യതയുള്ള രാജ്യമായിരുന്നു നമ്മൾ. പക്ഷെ ഇന്ന് അത് ഒരു പടി കൂടി കടന്ന് ഓൾറെഡി ഒരു സൂപ്പർ പവർ എന്ന ഒരു ലെവലിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റ് രാജ്യങ്ങൾ പരസ്യമായിട്ട് അംഗീകരിച്ചൊന്നും തരില്ല. ആരും വന്ന് പറയില്ല നിങ്ങളൊരു സൂപ്പർ പവർ ആണെന്ന് നമ്മളടുത്ത് ആരും വന്ന് പറയില്ല. ഈ പവറിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. മറ്റുള്ളവർ പരസ്യമായി അംഗീകരിക്കാൻ മടിക്കുന്ന ഒന്നായിരിക്കും അത്. നമ്മൾ ശക്തരാണെന്നുള്ള കാര്യം. നമ്മളെക്കാൾ ദുർബലമായ രാജ്യവും ഒരിക്കലും തുറന്നു പറയില്ല. അവർക്കുള്ളിൽ ഭയമുണ്ടെങ്കിൽ പോലും നമ്മൾ ഭയങ്കര ശക്തരാണെന്ന് പറയാൻ അവർ തയ്യാറാവില്ല. അപ്പൊ ഇവിടെ ഇന്ത്യ ഒരു റൈസിങ് പവറായിട്ട് മാറുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണ്ടാത്തത്. നമുക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തുകൊണ്ടാണ് തുർക്കിയും ചൈനയും ഒക്കെ പെട്ടെന്ന് ചാടി ഇറങ്ങി പാകിസ്ഥാനൊപ്പം നിന്നതെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നും അവർക്കറിയാം. എന്നിട്ട് ഈ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇന്ത്യ ഒരു ചുക്കും ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇന്ത്യ എന്തിനാണ് ഈ ഒരു നീക്കം നടത്തുന്നത്? നയതന്ത്ര തലത്തിൽ ഇന്ത്യ വലിയ ടീമിനെ ഇന്നേ വരെ കാണാത്ത തരത്തിൽ അയക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള മാധ്യമങ്ങളും പാകിസ്ഥാനും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്ന വ്യാജ പ്രചാരണങ്ങൾ പൊളിച്ചെടുക്കുക. രണ്ട്, ഇന്ത്യ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു നേഷൻ അല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പാകിസ്ഥാൻ എപ്പോഴും ഇതിനെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ അങ്ങനെ ഒരു രീതിയിൽ ഇത് ചർച്ചയാവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിൽ ധാരാളം മുസ്ലിം മത വിശ്വാസികളുണ്ട്. ഒരുപക്ഷെ പാകിസ്ഥാനിലുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാവാം. പക്ഷെ പാകിസ്ഥാൻ എപ്പോഴും ഈ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ളതെന്ന് പറയും പോലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു രാജ്യവും ഇസ്ലാമിക രാജ്യവും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് ഇതിനെ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അതിനെ പൊളിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുക, യുദ്ധത്തിൽ അവർക്ക് നേരിട്ട തിരിച്ചടി തുറന്നു കാട്ടുക, എങ്ങനെയാണ് ഇന്ത്യ അവരെ തകർത്ത് തരിപ്പണമാക്കിയതെന്ന് ബോധ്യപ്പെടുത്തുക, എന്തുകൊണ്ട് ഇന്ത്യ അത് ചെയ്തു, ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ട്. അപ്പം നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തുന്ന ഒരു ഗംഭീര നീക്കമാണ്. ഇതൊരു കേട്ടുകേൾവി പൊതുവെ ഇല്ലാത്ത കാര്യം കൂടിയാണ്. ഇന്ത്യ എല്ലാ അർത്ഥത്തിലും ഒരു ശക്തി പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒറ്റയ്ക്കാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു സ്വയം ശക്തമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന, അതായത് ആരുടെയും സഹായമില്ലാതെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മേജർ പവറായിട്ട് നിൽക്കുന്ന ഇന്ത്യയെ പരസ്യമായി ആർക്കും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജപ്പാനും ചൈനയും തമ്മിലുള്ള ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ജപ്പാൻ അമേരിക്കയുടെ സഹായം ചോദിക്കും. ഇപ്പൊ ജപ്പാൻ അടുത്തിടെ പറയുകയും ചെയ്തു, നമുക്ക് നാറ്റോ മോഡലിൽ ഒരു സഖ്യം ഉണ്ടാക്കിയാലോ. കാരണം ജപ്പാന് ഈ പറയുന്ന ചൈനയെ ഭയമാണ്, റഷ്യയെ ഭയമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് നേരിടുമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്, ഒറ്റയാനാണ്. അങ്ങനെ നമുക്കൊരു സൂപ്പർ പവറായിട്ട് ഉയരാൻ പറ്റുകയുള്ളൂ. നമുക്ക് 5 പേരുടെ കൂട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അമേരിക്ക ചാടി ഇറങ്ങി നമ്മളെ സപ്പോർട്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അമേരിക്ക വന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ പപ്പറ്റാണ് ഇന്ത്യ എന്നായിരിക്കും നമ്മളെക്കുറിച്ച് പറയാം. മറിച്ച് ഒരാൾ നമ്മുടെ കൂടെ ഇല്ല, ഒറ്റയ്ക്ക്. പാകിസ്ഥാനോട് പറഞ്ഞു നിങ്ങൾ എത്ര പേരെ വേണോ കൂട്ടിക്കൊണ്ടുവാ, ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കാണും. ആ രീതിയിലാണ് ഇന്ത്യ ഡീൽ ചെയ്തത്. അവർ 2-3 പേരെ കൂട്ട് പിടിച്ചിട്ട് പോലും അവർക്ക് നമ്മളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല. സോ ഇത് കൃത്യമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്ത്യയുടെ ഒരു മസിൽ പവർ ഇന്ന് ലോകത്തിനെ ഇന്ത്യ കാണിച്ചിരിക്കുകയാണ്. ബട്ട് ഇന്ത്യ ഒരു അഗ്രസീവ് ആയിട്ടുള്ള രാജ്യമല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതും ഉണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.